ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചിരുന്ന ബാറ്ററി കാർ സർവീസ് നിലച്ചു. 3 മാസം മുൻപ് ബാറ്ററി കാർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പാളത്തിലേക്ക് വീണതോടെ നിർത്തിയ സർവീസ് പിന്നീട് പുനരാരംഭിച്ചില്ല. 7 പ്ലാറ്റ്ഫോമുകളുള്ള സ്റ്റേഷനിൽ പ്രായമായ യാത്രക്കാരും രോഗികളായവർക്കും ഗുണകരമായിരുന്നു ബാറ്ററി കാർ സർവീസ്. 6 യാത്രക്കാരെയും അവരുടെ ബാഗുകളും ഉൾപ്പെടെ കൊണ്ടുപോകാവുന്ന തരത്തിൽ 2 ബാറ്ററി കാറുകളാണ് സ്റ്റേഷനിലുണ്ടായിരുന്നത്. പ്രവേശന കവാടത്തിൽ നിന്ന് ആവശ്യമായ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിക്കാനായിരുന്നു സർവീസ്. 20 രൂപ നൽകിയാൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുമായിരുന്നു. 3 മാസം മുമ്പ് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരെ കയറ്റുന്നതിനിടെ ബാറ്ററി കാർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പാളത്തിലേക്ക് വീണിരുന്നു. ഓടിച്ചിരുന്ന അയാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രായമായവരും രോഗികളും ഉൾപ്പെടെയുള്ളവർ മേൽപ്പാലത്തിലൂടെ കയറി ഇറങ്ങണം. മേൽപ്പാലമാണെങ്കിൽ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട് 1 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള മേൽപ്പാലം മാത്രമാണിപ്പോൾ ആശ്രയം. ഇവിടെ നിന്നും പ്ലാറ്റ്ഫോമിന്റെ കിഴക്കേ അറ്റത്തേക്ക് എത്താനും ദീർഘദൂരം നടക്കണം. ഈ പ്രശ്നത്തിലെല്ലാം പരിഹാരമായിരുന്നു ബാറ്ററി കാർ. സുരക്ഷാ പ്രശ്നം വന്നതോടെ 2 ബാറ്ററി കാറുകളും ഷൊർണൂരിൽ നിന്ന് ട്രിച്ചിയിലേക്കും മദ്രാസിലേക്കും മാറ്റിയതായി കരാറുകാർ പറയുന്നു. ഇതോടെ സ്റ്റേഷനിൽ ഇനി ബാറ്ററി കാർ സർവീസ് ലഭിക്കില്ല. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.